ചേച്ചി ഇവിടുന്ന് മാത്യു എന്ന് പറയുന്ന ഒരാളുടെ ഒരു പരാതി കിട്ടിയായിരുന്നു. ഒരു പെങ്കൊച്ചു മിസ്സിംഗ് ആണെന്ന്. അത് അന്വേഷിക്കാൻ വന്നാ. ഞാനങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. അവളകത്തുണ്ട്. എന്നാ കൊച്ചിനെ ഒന്ന് വിളിക്കാവോ? ചേച്ചി കൺട്രോളിൽ നിന്ന് കോള് വന്നിട്ടാണ് ഞങ്ങൾ വന്നേ. ആളെ ഒന്ന് വിളിക്കുമായിരുന്നെങ്കിൽ കണ്ട് വെരിഫൈ ചെയ്തൊന്ന് തിരിച്ചു വിളിച്ച് പറയായിരുന്നു. അതിന് നിങ്ങളെ കാണിക്കുന്ന എന്തെങ്കിലും നിയമമുണ്ടോ? ആ കൊച്ചിവിടെ ഉണ്ട്. പിന്നെ എന്തിനാ ഇവനൊക്കെ കൂടെ നവീൻ എന്ന് പറയുന്ന പയ്യന്റെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയത്? സാറിന് അവിടുന്ന് വല്ല പരാതി കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ അത് അന്വേഷിച്ചാൽ മതി. പരാതി ഉണ്ടെയോ നിന്നെ അറിയിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. മര്യാദയ്ക്ക് ആ കൊച്ചിനെ വിളിച്ചു. അതിനെ കണ്ടിട്ട് ഞങ്ങൾ ഇനി പോകുന്നുള്ളൂ. തന്റെ ഈ ഷോയ്ക്ക് വല്ല കോളനിയിലും പോയി കാണിച്ചാൽ മതി. നല്ല അന്തസ്സുള്ള തറവാടാ. ഇവിടെക്കാരൻ നിരങ്ങാൻ നിക്കല്ലേ. കോളനി അന്തസ്സുള്ള തറവാടും ഒക്കെ പോലീസിന് ഒരേപോലെ. അങ്ങനെ ഉണ്ടാക്കണ്ട. നിനക്ക് ഡ്രൈവർ പണിയല്ലേ? നീ അത് ചെയ്താൽ മതി. ഓഫീസർ ഞാൻ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. സുഹൃത്തെ, ഇവിടുത്തെ ഒരു കുട്ടി മിസ്സിംഗ് ആണെന്നൊരു പരാതി കൊടുത്താണ് ഞങ്ങൾ വന്നത്. മിസ്റ്റർ മാത്യു, അദ്ദേഹം ആരാണ്? എന്റെ ഹസ്ബൻഡാണ്. അദ്ദേഹം എവിടെയുണ്ടോ? അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം. അദ്ദേഹം വന്നിട്ട് കുട്ടി തിരിച്ചു വന്നു എന്ന് എഴുതി തന്നാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. അവളെ കൊണ്ടുപോകാൻ വന്നാ. ഏതാ അവള്? എന്റെ പെങ്ങള്. എന്റെ പെങ്ങള് വീട്ടിലുണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞു. പിന്നെ അവളെങ്ങനെ സ്റ്റേഷനിൽ വരുന്നു? സർ പ്ലീസ്, അടുത്ത ആഴ്ച കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണ. നാട്ടുകാരറിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേട്. എന്റെ പൊന്നി ചേച്ചി, ഞങ്ങൾ ഇന്നലെ അവിടെ വന്നപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു അവള് വീട്ടിലുണ്ട്, ഞങ്ങളെ കാണിക്കാൻ ഒക്കത്തില്ല, ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്നൊക്കെ. എന്നാൽ ഞാൻ പറയുന്ന അവള് ഇവിടെ ഇല്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. അവളെ കൊണ്ടുപോകാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ വന്ന് പോകൃതരം കാണിച്ചാലേ നീ വിവരം അറിയും. കിട്ടാളെ കിട്ടിയില്ലേ? 11 മണിയാകുമ്പോൾ അവളെ കോടതി ഹാജരാക്കും. പിന്നെ നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്യും. ഓടാ. നീ വണ്ടി എടുക്ക.